ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഉണ്ട് ശരിക്കും കേട്ടോ. അപ്പോൾ കുറേ ആയി ക്ലീൻ ആക്കട്ടെ. കുറേ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസമെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. 1 year ആയോ എന്ന് തന്നെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകമശം ഞാൻ കാണിച്ചു തരാം. ആരും എന്നെ ചീത്തയൊന്നും പറയരുത്. അമ്മാതിരി വൃത്തിയേടായിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൻ്റെ അകവശം. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എനിക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ഒരു മൂടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള പുറപ്പെടലാണ് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് ഗൈസ്. അവസാനം ഇത് കണ്ട് എനിക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചപ്പോഴാണ് ഞാനിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ, എന്നെ പോലെ മടി പിടിച്ചിരിക്കുകയാണോ? എല്ലാവരും വൃത്തിയാക്കി വെക്കുന്നൊക്കെ എനിക്കറിയാം. ഞാൻ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. സാരമില്ല, നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാ ഇതിനകത്ത് വെച്ചുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ചിരിക്കൂട്ടോ. ഇത് പുട്ടുപൊടീൻ്റെ ബാക്കി കുറച്ചുണ്ട്. ഇത് അതിന് മുന്നേ വാങ്ങിയ പുട്ടുപൊടീൻ്റെ കുറച്ച് ബാക്കി. അപ്പോൾ ഓരോ സാധനമായിട്ടേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഒരു കഷ്ണം ഉള്ളി മുറിച്ചതിൻ്റെ ബാക്കിയുണ്ട്. പിന്നെ ഒരു ഉണങ്ങിയ ഒരു നാരങ്ങയുണ്ട്. പിന്നെ ഉള്ളത് ഫുള്ള് കെച്ചപ്പാണ് കേട്ടോ. അത് നമ്മൾ പിന്നെ പുറത്ത് നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിയിട്ടാകുമ്പോൾ കിട്ടുന്ന അതിൻ്റെ കൂടെ കിട്ടുമല്ലോ, അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ കാണുന്നതാണ് ഇത് കേട്ടോ. പിന്നെ ഇത് എന്ന് പറയുന്നത് സപ്ലൈക്കോന്ന് വാങ്ങിയ പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് 2 ഉണ്ടാക്കി കുഞ്ഞത് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുടെ പുറത്ത് വെക്കാൻ കഴിയില്ല, അതിൻ്റെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ചു. ഇതിപ്പോൾ ശരിക്കും പപ്പടമായിട്ടുണ്ടോ ഇതൊക്കെ? സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ, അടിപൊളിയല്ലേ? പിന്നെ നമുക്ക് ഇതിലുള്ള ഈ കെച്ചപ്പൊക്കെ എടുത്ത് മാറ്റാം. കുറേ ഉണ്ട് കേട്ടോ, കെച്ചപ്പ് കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. പിന്നെ ഇതാ ഇത് ഒരു കൊല്ലമായിട്ടുണ്ടാകും തോന്നുന്നുണ്ട്. നാരങ്ങ മുറിച്ചിട്ട് പകുതി വെച്ച് തന്നിട്ട് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ തേങ്ങ തിന്നുന്ന ആൾക്കാരുണ്ട്. ഒന്ന് കുമാരേട്ടൻ്റെ മോള് കുഞ്ഞാവ, അവർ രണ്ടാളാണ് ഇതിൻ്റെ മെയിൻ ആൾ. ഇത് തിന്നിട്ട് ഇത് ബാക്കി വെച്ച് തന്നിട്ടോ. പിന്നെ ഇത് എന്ന് പറയുന്നത് ഇതെൻ്റെ മോൻ്റെ പണിയായിരിക്കും കേട്ടോ. മാങ്ങ തിന്നിട്ട് പിന്നെ മറന്നുപോയി എടുക്കാൻ. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട്. ഓ അടിപൊളി. പിന്നെ ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബിരിയാണി മസാല ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അതിൻ്റെ കവർ പൊട്ടിയിട്ട് സംഭവമൊക്കെ ഇതിൽ വീണിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എടുത്ത് മാറ്റാം നമുക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തേങ്ങാ മുറിയുണ്ട്. ഇത് പിന്നെ ഇന്നലെ വെച്ചാണേ. പിന്നെ ഇത് ഒരു കൊല്ലമായി തോന്നുന്നുണ്ട്. വെള്ള അവിൽ കേട്ടോ. പിന്നെ ഇത് ഇന്നലെ വാങ്ങിയ ചില്ലിയാണ്. ഇന്ന് രാവിലെ എടുക്കാൻ വിട്ടുപോയി. അല്ലെങ്കിൽ ഞങ്ങൾ ദോശയൊക്കെ ചൂടാക്കിയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴാണ് ഓർമ്മ വന്നേ കേട്ടോ. ഇത് ചില്ലിൻ്റെ സാധനമാണ്. ഓക്കെ. പിന്നെ ഇത് ദോശയിൽ നമ്മൾ വരുന്ന എണ്ണയും ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലെടുക്കില്ല. എണ്ണ അങ്ങനെ ദോശയ്ക്ക് വേണ്ടി പറ്റൻ എടുക്കുമല്ലോ, അതാണ് കേട്ടോ. അത് ഞാൻ ഉപയോഗിച്ച ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി കേട്ടോ. ആ കാണുന്ന ഗ്ലാസും അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ബ്രഷാണ് കാണുന്നത്. വേറൊരു സംഭവം കാണിച്ചിട്ട് ഇതെന്താണെന്ന് അറിയാം. ഇതാണ് കുബൂസ്. ഇത് ഉണങ്ങി പപ്പട പരിപാടിയാണ് കുബൂസ്. ഓക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് പനങ്കലത്ത് ഉണ്ടാകുന്നത് കേട്ടോ. ഇത് മോശമായ സാധനമൊന്നുമല്ല, നല്ല സാധനമാണ്. പിന്നെ ഇത് മസാല ഇട്ട് വെക്കുന്നതിൻ്റെ ഒരു പാത്രമാണ്. അതുണ്ട്. പിന്നെ 4 പ്ലേറ്റ് ഉണ്ട് കേട്ടോ. ഈ പ്ലേറ്റ് കുറേ നാളായി തണുത്ത് മരവിക്കുന്ന ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇതെന്താ സംഭവം, ഇത് ഇരട്ടി മധുരം. ഇത് മോശം സാധനമല്ല, അത് വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. പിന്നെ ഉണ്ട് ഒരു സാധനം, ഇതാ ബെല്ലം. ഈ ബെല്ലം ഉണ്ടല്ലോ, പുറത്ത് വെക്കുമ്പം ഉറുമ്പും ഇതെല്ലാം കയറുന്നതുകൊണ്ട് പിന്നെ മോശമാവും ചെയ്യുമല്ലോ, അതുകൊണ്ട് വെച്ചതാണേ. ഇതിനകത്ത് വെച്ചെടുത്തുണ്ട് കേട്ടോ. വീണ്ടും തേങ്ങ. ഇത് പൊട്ടിയ തേങ്ങയാണ് കേട്ടോ. പൊട്ടിയ തേങ്ങ നമ്മൾ ഉടക്കുമ്പോൾ ഇങ്ങനെ ഈ ഷേപ്പിൽ വന്നതാണ്. ഞാൻ അങ്ങനെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അങ്ങനെയാണ് സംഭവം. പിന്നെന്താ 2 പച്ചമുളക്, ഒരു കവറ്. ഇത് കുഞ്ഞാവിൻ്റെ കാലത്തിന് വരുന്നതാണ് കേട്ടോ. എന്താ ചുമേൻ്റെ വരുന്നത്. അയ്യോ എൻ്റെ അവസ്ഥ. ഇതാ വീണ്ടും തേങ്ങ. എന്നാലും ഞാൻ ആലോചിക്കുക, എങ്ങനെയൊക്കെ ഫ്രിഡ്ജ് ക്ലീനാക്കാതെ വെക്കുന്നവരുണ്ടോ? ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സാരല്ല, എന്തെങ്കിലും തോന്നിയില്ലോ അല്ലേ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ. ഇപ്പോൾ കുറച്ച് മുന്തിരി ഇടിക്കണ്ടേ. വെജിറ്റബിളിൻ്റെ ബോട്ടിൽ കവറോടുകൂടിയാണ് വെച്ചിട്ടുള്ളത്. ഉള്ളി ഇതെല്ലാം ഇങ്ങനെ സെറ്റപ്പ് ആകണം. ഇതിലുള്ളി മടി പിടിച്ചിട്ടാണ് എങ്ങനെ വെക്കുന്നത്. ബ്രെഡ്, പയർ, ബീട്രൂട്ട്. ഇതെന്താ, ഇതിലുണ്ട് കേട്ടോ കറി.
ഇത് എപ്പോഴത്തെ കറിയാണെന്ന് എനിക്ക് അറിയുന്നില്ല. പ്ലാസ്റ്റിക് കവറ്, ഇതിൽ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കുറച്ച് തക്കാളി, ഉള്ളി. അത് കഴിഞ്ഞു കേട്ടോ. ഇത് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതിൽ 2 ഉള്ളിയുണ്ട്, ചെറിയ ഉള്ളി. ഇതിലുണ്ട് കേട്ടോ തേങ്ങ. പിന്നെ ചേന ചീഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് അലവലാതി പൊടികൾ. ഡോർ സൈഡ് കാട്ടിത്തരാം. ഇതാണ് ഡോർ സൈഡിൻ്റെ അവസ്ഥ. ഫുൾ പാക്കറ്റോടെ അങ്ങനെ വെച്ചിട്ടല്ല കേട്ടോ. മോരുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, ഗോതമ്പ് ആട്ടാട്ട. പിന്നെന്താ നമ്മുടെ അൽറഫയാൻ്റെ പാൽപ്പൊടിയുണ്ട്. ഈ പാൽപ്പൊടി ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഈ പാൽപ്പൊടി എന്തോ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മരട്ട മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അത്. പിന്നെ ഇത് ഗോതമ്പ് പൊടി, ആട്ട. പിന്നെ ഇതെന്താ, ഇത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ഇത്ര സാധനം ഇതിലുണ്ട് കേട്ടോ. ഇത് കൂടി ഒന്ന് മാറ്റട്ടെ. ഇതെല്ലാം നമുക്ക് ബ്രഷ് കൊണ്ട് എടുക്കാം കേട്ടോ. അമ്മാതിരി ഉണ്ട്. ഓക്കെ, ബ്രഷ് കൊണ്ട് ചില്ലിച്ചില്ലെടുക്കാം. ഊരിയിട്ട് പ്രത്യേകം തോന്നുന്നുണ്ട്. പിന്നെ അത് ഭയങ്കര പ്രയാസമായിരുന്നു. ഇത് സ്ക്രീൻ എടുക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിയാൻ പോകുന്നുണ്ട്. ഇതുകൊണ്ട് സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. സ്ക്രബ്ബർ കൊണ്ട് മാത്രമേ കുട്ടികൾ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. വാങ്ങി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മറന്നതാണ് കേട്ടോ. അതിൽ ഇത് തോന്നുന്നുണ്ട് അച്ചാറ് മറന്നതാണ് എന്നൊരു സംശയമുണ്ട്. തുറക്കാണ്ടത് പോകില്ല. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും തോന്നുന്നു. അങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു. സാധനങ്ങളൊക്കെ ഒരുമാതിരി വെച്ചിട്ടുണ്ട്. ഒരുമാതിരി അല്ല, അടുക്കിനിട്ടായിട്ട് വെച്ചു കേട്ടോ. പച്ചക്കറിയൊക്കെ വേണ്ടത് മാത്രം എടുത്ത് സ്റ്റോർ ചെയ്തു. അപ്പോൾ 2 തട്ട് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. രാത്രിയാണ് ഫ്രിഡ്ജ് ബിസി ആവൽ. എന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ നിറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതാ ബാക്കി സാധനങ്ങളൊക്കെ ഇതാ. കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ മറ്റേ എന്താ പറയുക, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലത്തെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വീണെടുക്കുക. എന്തൊക്കെ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ നീറ്റുണ്ടല്ലേ ഫ്രിഡ്ജ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അതേപോലെ ആവും കേട്ടോ. ഇത് കുറേ നാളത്തേക്ക് ശേഷമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സംഭവം വേറെ ഒന്നല്ല, ഇതിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ടാവും. അതൊക്കെ ഇങ്ങനെ എടുത്ത് കളയണം. പിന്നെ എന്താ കവർ കാര്യങ്ങൾ, ഫുഡ്, പഴയ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.